ഇന്നിപ്പോൾ ഏതോട്ടനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്സ് ബനാന സ്മൂത്തിയാണ്. ആ ഓട്സ് നന്നായിട്ട് വേവിക്കുക, പിന്നെ 2 ചെറിയ പഴം ആഡ് ചെയ്യുക. മധുരത്തിനായിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട, പഴത്തിൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ ഫുഡ് കൊടുക്കുന്നതിലിപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഹൈ ചെയറാണ് മെയിൻ റീസൺ. ആൾ മിണ്ടാണ്ടിരുന്നോളും. നമ്മൾ എന്താ പറയാനാ, അല്ലെങ്കിൽ കൊണ്ട് നടന്ന് ഇരുത്തിയിട്ട് കിടത്തിയിട്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇതാകുമ്പം നമുക്കും ടെൻഷനില്ല, അവർക്കും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടും പിന്നെ ഫ്രണ്ടിൽ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പം ആൾ കളിച്ചിരുന്നോളും. അങ്ങനെ ഫുഡ് കൊടുക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിലും ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും നമ്മൾ കൊടുത്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ന്യൂ പാരൻ്റായിട്ടിരിക്കുന്നവർ മാക്സിമം ഒരു ഹൈ ചെയർ മേടിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഹൈ ചെയർ കൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. വീട്ടിൽ വേറെ ആരും സപ്പോർട്ട് ഇല്ലാത്തവർക്കും യൂസ്ഫുള്ളാണ്. നമുക്ക് ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് തന്നെ നമുക്ക് പണികളൊക്കെ ചെയ്യാം. ഞാൻ മാക്സിമം അങ്ങനെയാണ് ചെയ്യാറ്. ചിലപ്പോൾ വീട്ടിലാരും ഇല്ലാത്തപ്പോൾ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് ഇതോട്ടൻ്റെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ ഞാൻ വേറെ പണികളൊക്കെ ചെയ്യാറുണ്ട്.